നമസ്കാരം. റിയൽ ന്യൂസ്. ഇലക്ട്രിക് സ്കൂട്ടർ വൈദ്യുതി കാലിലിടിച്ച് മരിച്ച മൊടക്കല്ലൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് സഹപാഠികളുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കൊയിലാണ്ടിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥി MK നന്ദകിഷോർ, രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അഭിയാൻ M റഹ്മാൻ, S അഭിനവ് എന്നിവരാണ് അകാലത്തിൽ ജീവൻ പൊലിഞ്ഞത്. വിതുമ്പലോടെയായിരുന്നു കൂട്ടുകാർ ഇവർക്കായി സ്നേഹപ്പൂക്കൾ അർപ്പിച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് ഇലക്ട്രിക് സ്കൂട്ടർ വൈദ്യുതി കാലിലിടിച്ച് മൊടക്കല്ലൂർ മെഡിക്കൽ കോളേജ് MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥി MK നന്ദകിഷോർ, രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അഭിയാൻ M റഹ്മാൻ, S അഭിനവ് എന്നിവർ അകാലത്തിൽ ജീവൻ പൊലിഞ്ഞുപോയത്. കൊയിലാണ്ടി റൂട്ടിൽ കുറുവങ്ങാട് അക്കഡേറ്റിന് സമീപം വെച്ചാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്. മൂവരും തൽക്ഷണം മരിച്ചു. 3 പേരും സുഹൃത്തിൻ്റെ വീട്ടിൽ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ശേഷം കൊയിലാണ്ടിയിൽ പോയി വരുന്ന വഴി അപകടത്തിൽപ്പെടുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 6 മണിയോടെയാണ് 3 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ മൊടക്കല്ലൂർ ആശുപത്രി അക്കാദമി ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചത്. സഹപാഠികളും അധ്യാപകരും ജീവനക്കാരും PTA ഭാരവാഹികളും കണ്ണീരോടെയാണ് ഇവർക്ക് യാത്രാമൊഴി ചൊല്ലാനെത്തിയത്. പലരുടെയും സങ്കടം വിതുമ്പലായി മാറുകയും ചെയ്തു. ആശുപത്രി ചെയർമാൻ അനിൽകുമാർ വള്ളിൽ, പ്രിൻസിപ്പൽ പ്രതാപ് സോമനാഥ്, AO കൃഷ്ണൻ, സീനിയർ മാനേജർമാരായ PK ഷഫി, P സുനീഷ് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ കരുനാഗപ്പള്ളി, പാലക്കാട്, കായംകുളം എന്നിവിടങ്ങളിലേക്ക് ബന്ധുക്കൾ കൊണ്ടുപോയി. തുടർന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ അനുശോചന യോഗവും നടന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ 3 യുവാക്കൾക്കും റിയൽ ന്യൂസ് ബാലുശ്ശേരിയുടെയും അന്ത്യാഞ്ജലി.